നിലവിൽ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു. 50,000 കടന്ന് ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം ചരിത്ര ചാണ്ടി ഉമ്മൻ. അതായത് പോസ്റ്റർ വേണ്ട, ബാനർ വേണ്ട, തനിക്ക് വേണ്ടി പ്രചാരം നടത്താൻ നേതാക്കളൊന്നും ഇറങ്ങണ്ട. ഒരൊറ്റ സൈക്കിളും ഞാനും എന്റെ നാടും എന്റെ മനുഷ്യരും മതി, ഞങ്ങൾ മതി. ഇത് 50,000 യുഡിഎഫിന്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. 50,200 ആ ലീഡ് ഉയർന്നിട്ടുണ്ട്. ഈ തരത്തിൽ തന്നെ പോവുകയാണെങ്കിൽ യുഡിഎഫിന്റെ ചരിത്രത്തിൽ ഉറപ്പായ കാര്യമാണ്. ചാണ്ടി ഉമ്മൻ അടുത്ത മന്ത്രിയായിരിക്കും. 50,200 എന്ന് പറയുന്നത് യുഡിഎഫിന്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. പിണറായി വിജയന്റെ ഭൂരിപക്ഷം മറികടക്കുകയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയാം. ഇനി മുന്നിലുള്ളത് ശൈലജ ടീച്ചറുടെ ഭൂരിപക്ഷം മാത്രമാണ്. അത് 60,000 പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ പറയാം ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും ആ വോട്ടിലേക്ക് പോകും. എതിരാളികളില്ലാത്ത തരത്തിലേക്ക് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി ചിന്തിച്ചത് ചാണ്ടി ഉമ്മനൊപ്പം, പുതുപ്പള്ളി കൈ കൊടുത്തത് ചാണ്ടി ഉമ്മനൊപ്പം, പുതുപ്പള്ളി ഏറിയത് ചാണ്ടിയുടെ സൈക്കിളിലാണ്. 50,200 വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിൽ ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ. ഇത് ചരിത്രമാണ്. യുഡിഎഫിന്റെ ചരിത്രമാണ്, കോൺഗ്രസിന്റെ ചരിത്രമാണ്, പുതുപ്പള്ളിയുടെ ചരിത്രമാണ്. ആ ചരിത്രം എഴുതിയത് ചാണ്ടി ഉമ്മനാണ്. അടുത്ത മന്ത്രിയാണ് ചാണ്ടി ഉമ്മൻ. ഇടതുപക്ഷത്തെ പല നേതാക്കളും, പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും മത്സരിക്കാൻ പറ്റാതെ, മത്സരത്തിന് ഇറക്കാതിരുന്ന സാഹചര്യമുണ്ട്. അവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഇത്രയും വലിയ തരംഗത്തിൽ പോയി പരാജയപ്പെടേണ്ടതില്ല എന്ന് അവർക്ക് ആശ്വസിക്കാം. കാരണം അത്രയും വലിയ തരംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ഗ്രൂപ്പുകളിൽ തന്നെ, അത് ഇടത് ഗ്രൂപ്പുകളിൽ വരുന്ന സന്ദേശങ്ങൾ നമുക്ക് കാണാം. അത് പാർട്ടി വിരുദ്ധ തരംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഭരണവിരുദ്ധ തരംഗം എന്ന നേരത്തെ എം പി രാജേഷിന്റെ പ്രതികരണം വന്നിരുന്നു. പക്ഷേ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മന്ത്രിമാർ തോൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ നേരത്തെ CPM കാരെ പറ്റിയും LDF കാരെ പറ്റിയും പറയും, ഇവർ തോറ്റു കഴിഞ്ഞാൽ തന്നെ അത് തോറ്റു എന്ന് അംഗീകരിപ്പിക്കാനാണ് പാട്. തോൽക്കുന്നത് തോൽക്കും, ബോധ്യപ്പെടുത്താനാണ് അത് പാട് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. അങ്ങനെ ഒരു പ്രതികരണമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഭരണത്തിൽ നിന്ന് ഒരു മന്ത്രി പരാജയപ്പെടുന്നതോ, ഏതെങ്കിലും കോട്ടകളിൽ ഒരാൾ പരാജയപ്പെടുന്നതോ അല്ല ഇതിന്റെ പ്രശ്നം. ഇത് കഴിഞ്ഞ തവണ ഈ തരംഗമുണ്ടായ സമയത്ത് കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിഷയം ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ കോട്ടകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ ആ അർത്ഥത്തിലല്ല ഇതിനെ പരാജയത്തെ ആളുകൾ നോക്കിക്കാണുക. ഇപ്പോൾ കഴിഞ്ഞ തരംഗത്തിൽ ഈ പറഞ്ഞതുപോലെ UDF തരംഗത്തിനിടയിലാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടത്. അതിന്റെ വിഷയങ്ങൾ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് പാർട്ടി വിരുദ്ധ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വളരെ വൈകാരികമാണ്. നമ്മൾ ജയിച്ചു അപ്പ എന്നുള്ളതാണ് ചാണ്ടി ഉമ്മന്റെ ഒരു. വലിയ വിജയമുണ്ടായാൽ അത് ഉമ്മൻചാണ്ടിക്കുള്ള ആദരമാകും എന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലെയുള്ള പ്രതികരണവും ഉണ്ടായത്. ആ തരത്തിൽ അത് ഒരു വലിയ ആദരം തന്നെ നൽകിയെന്ന് പറയാം. അത് അര സെഞ്ചുറിക്ക് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുന്നു. എന്തായാലും വലിയ തരത്തിൽ രംഗത്താണെങ്കിലും വലിയ അപവാദങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് അത്രയേറെ ചരിത്ര ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ ആശയം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക്. അത് കുടുംബത്തിൽ നിന്ന് രണ്ടാമത്തെ ആൾ സ്ഥാനാർത്ഥിയാകണമെന്ന തരത്തിൽ ചർച്ച വന്നപ്പോൾ അദ്ദേഹം അങ്ങനെയെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ആ ചർച്ചയ്ക്ക് തുടക്കമുണ്ടത്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഈ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ മറിയ ഉമ്മൻ മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നല്ലോ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടി മത്സരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ ആ നമ്പറിലേക്ക് വീണ്ടും തിരിച്ചെത്തി.